ജോലി കിട്ടണമെങ്കിൽ ഡ്രഗ് എടുക്കാൻ പാടില്ല എന്നത് പുതിയതായി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകൾ വരുമ്പോൾ അവരോടൊരു കൺസെൻറ്റ് എഴുതി മേടിക്കുന്നുണ്ട്. കമ്പനിയുടെ എന്തെങ്കിലും ഒരു ഡ്രഗ് സ്ക്രീനിങ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് വിധേയരാകാൻ തയ്യാറാണ്. ഈ ഒരു കൺസെൻറ്റ് സൈൻ ചെയ്യാതെ പോയ ആളുകളുണ്ട്. ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് വന്ന് ട്രൈ ചെയ്യാം സാറേ എന്ന ഒരു തോട്ട്. കാരണം ഇതിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ സബ്സ്റ്റൻസ് കണ്ടൻറ്റ് ബോഡിയിൽ ഏകദേശം 6 മാസത്തോളം വരെ ഉണ്ടാകും എന്നുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെ പാസ്ഔട്ടായ കുട്ടികളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. പൂർണ്ണമായും വിമുക്തരായിരിക്കണം അല്ലെ മാറി നിൽക്കുന്നവരായിരിക്കണം എന്ന ഒരു അക്സെപ്റ്റൻസ് അവർ തന്നെ തരികയാണ്. 12 വർഷമായി IT രംഗത്ത് വിജയകരമായി തുടരുന്ന അബ്ബാസോഫ്റ്റ് കമ്പനിയുടെ ഉടമ ശ്രീ സുജാസ് അലി സർ, നമസ്കാരം. ABC മലയാളം ഇൻ ബിസിനസ്സിലേക്ക് സ്വാഗതം. താങ്ക് യു സാറേ. ശരിക്കും ABC മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ തന്നെ കാരണം, സാറിൻ്റെ ഫേമിൽ ഒരു ഡ്രഗ് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു. പുതിയ എംപ്ലോയീസ് ആയാലും അവിടെയുള്ള എംപ്ലോയീസ് ആയാലും ഇനി അങ്ങോട്ട് ഈ ഡ്രഗ് സ്ക്രീനിങ് ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുതിയ ആളുകളെ അതിനുശേഷം എടുക്കുള്ളൂ എന്നൊരു വലിയ തീരുമാനം എടുത്തല്ലോ. Team member, I pledge to remain drug-free at all times. അത് എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ പിന്നിൽ എന്താണ് കഥയുള്ളത്? ഡ്രഗ് സ്ക്രീനിങ് നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. അതിൽ ഒത്തിരി ചീത്തപ്പേരുകൾ കേൾക്കുന്ന കുറേ ഇൻഡസ്ട്രികളിൽ ഒന്നായിട്ട് ശരിക്കും IT ഇൻഡസ്ട്രിയും ഇടയ്ക്ക് മുന്നിലേക്ക് വന്നു. അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കുറേ അലിഗേഷൻസ് ഒക്കെ ഇട്ടു. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ധാരാളം ആളുകൾ ധാരാളം ഡിസിഷൻസ് എടുക്കുക, അതിനുവേണ്ടി പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യുകയും ഈവൻ ഞങ്ങളുടെ തന്നെ പല ഓർഗനൈസേഷൻസും മാരത്തോൺ പോലുള്ളത് ഡ്രഗ് സേ നോ ടു ഡ്രഗ്സ് എന്ന മോട്ടോയിൽ പല ആക്ടിവിറ്റീസ് ചെയ്യലും അതോടൊപ്പം തന്നെ പലതരം ആക്ടിവിറ്റീസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അതെ, ശരിക്കും ഞങ്ങൾ ഇതിലേക്ക് ആകർഷിതരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്യാമ്പയിൻസ് ചെയ്യുന്നുള്ളൂ, ഒരു പ്രവൃത്തി ആരും ചെയ്യുന്നില്ലല്ലോ. അതെ, അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമുക്ക്, അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്ലാൻ വന്നത്. അപ്പം ഞാൻ ആദ്യം അതെന്താണ് ചെയ്യുന്നതെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്ബാസോഫ്റ്റിലേക്ക് എസ്പെഷ്യലി ഫ്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ യൂത്ത് എന്ന് പറയുന്നവരിലാണ് ഈ ഒരു പ്രശ്നം പൊതുവെ പറഞ്ഞു വരുന്നതെങ്കിൽ, ശരിക്കും ഫ്രഷേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകൾ വരുമ്പോൾ അവരോടൊരു കൺസെൻറ്റ് എഴുതി മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നവരല്ല, മാത്രമല്ല കമ്പനിയുടെ എന്തെങ്കിലും ഒരു ഡ്രഗ് സ്ക്രീനിങ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് വിധേയരാകാൻ തയ്യാറാണ്. സമ്മതപത്രം മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ പറയുന്ന ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ അല്ലെ ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നും പൂർണ്ണമായും വിമുക്തരായിരിക്കണം അല്ലെ മാറി നിൽക്കുന്നവരായിരിക്കണം എന്ന ഒരു അക്സെപ്റ്റൻസ് അവർ തന്നെ തരികയാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഭയങ്കരമായ ഇമ്പാക്റ്റാണ് ശരിക്കും പറയാൻ ഉണ്ടാക്കുന്നത്. 2 രീതിയിൽ നമ്മൾ ഏത് കാര്യം എടുക്കുമ്പോഴും ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ട് 2 രീതിയിലുണ്ടാകുമല്ലോ. ഇതിലെ ഏറ്റവും ഭയങ്കര ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന അല്ലെ പാസ്ഔട്ടായ കുട്ടികളൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടോ, ജോലി കിട്ടണമെങ്കിൽ ഒരു കമ്പനി ജോലിക്ക് പോകണമെങ്കിൽ ഡ്രഗ് എടുക്കാൻ പാടില്ല എന്നത് ഇൻറ്റൻഷനലി അവരെ അതിൽ നിന്നും മാറ്റി നിർത്താനും സേ നോ ടു ഡ്രഗ്സ് ഒബ്വിയസ്ലി നടത്താനുള്ള ഒരു സ്റ്റെപ്പായിട്ടുണ്ട്. 2, ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ പാരലായിട്ട് കുറേ നെഗറ്റീവ്സും വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഈ കമ്പനിയിൽ മോശമാണ്, അല്ലെ ഈ കമ്പനിയിൽ ജോലി ഇല്ല, ഈ കമ്പനിയിൽ ഇനി പറയുന്നതൊന്നും ശരിയല്ല, ഇവരുടെ റേറ്റിംഗ് കുറവാണ്, ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ 100 കഥകൾ വേറെ ഒരു സൈഡിൽ കൂടെ മെനങ്ങി ഒരു കാറ്റഗറി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആണ്. പക്ഷേ ഈ ഒരു സ്ക്രീനിങ് കൊണ്ട് ഉള്ള ഏറ്റവും ഉണ്ടായ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരാൾ ഓർഗനൈസേഷനിലേക്ക് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവർ സ്ക്രീനിങ് സമ്മതപത്രം തരുന്നു. ഇതിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ഡ്രഗ് സ്ക്രീൻ ചെയ്യാനായിട്ട് 1-2 ഏജൻസികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം 100% കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് ആരെയും ഹാം ചെയ്യാനല്ല. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞങ്ങൾ കുറേ അധികം ഡ്രഗ് സ്ക്രീനിങ് നടത്തിയിരുന്നു. ഇതിൽ 100% ഇതുവരെ നെഗറ്റീവ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. നമ്മുടെ ഓൺ കമ്പനിയിൽ എല്ലാ സ്റ്റാഫിലുമല്ല, റാൻഡമായിട്ട് കുറേ അധികം പേരിൽ നടത്തിയപ്പോൾ, കാരണം അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് പരസ്പരം ആരെയും അറിയിക്കാതെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ 100% നെഗറ്റീവാണ് എന്ന ഒരു സന്തോഷം. രണ്ടെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഈ ഒരു കൺസെൻറ്റ് സൈൻ ചെയ്യാതെ പോയ ആളുകളുണ്ട്. സൈൻ ചെയ്യാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോയുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് വന്ന് ട്രൈ ചെയ്യാം സാറേ എന്ന ഒരു തോട്ട്. കാരണം ഇതിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ സബ്സ്റ്റൻസ് കണ്ടൻറ്റ് ബോഡിയിൽ ഏകദേശം 6 മാസത്തോളം വരെ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം ചിലപ്പോൾ. എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് ചെയ്യുന്നത്? കിറ്റാണോ അതോ? ഇതിനൊരു കിറ്റുണ്ട്, പിന്നെ DDRCയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സുണ്ട്. അപ്പം മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ലാബ് ഏജൻസിയുമായി അവർ ഇനിഷ്യേറ്റ് ചെയ്തല്ല, അവർ വന്നാണ് ഇത്തരം ടെസ്റ്റ് സ്ക്രീനിങ് ആക്ടിവിറ്റിയുടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീനെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ സമൂഹത്തിലോ, അല്ലെങ്കിൽ വേറെ നമ്മുടെ സമാന സ്വഭാവമുള്ള കമ്പനികളൊക്കെ ഇതിനോട്? ഞാനിപ്പോൾ പലപ്പോഴും നമ്മളുടെ ധാരാളം IT കമ്പനികൾ ഇവിടെ ഉണ്ട്, അറിയാമല്ലോ. ഒത്തിരി വലുതും ചെറുതുമായ കമ്പനികളുണ്ട്. ഏറ്റവും സന്തോഷമുള്ളത് എല്ലാവരും കുറേ അധികം ആളുകൾ എന്നെ വിളിച്ച്, അല്ലെങ്കിൽ IT കമ്പനിയുടെ ഓണേഴ്സ് എന്നെ വിളിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നൊക്കെ ചോദിക്കുകയും വേണ്ട ഗൈഡൻസ് കൊടുക്കാനും പറ്റി. അതിൻ്റെ അർത്ഥം തന്നെ എല്ലാവരും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പല കമ്പനികളിലും ഓൾറെഡി ഈ കൺസെൻറ്റ് ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഡ്രഗ് സ്ക്രീനിങ്ങിന് വിധേയനാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കൺസെൻറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ IT കമ്പനികളിൽ ഇതൊരു വലിയ തുടക്കമാണ്. എന്താണ് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാനുണ്ടോ? ഞങ്ങളന്ന് വന്നു കഴിഞ്ഞപ്പം എല്ലാവരെയും ഒന്ന് കൂട്ടി നിർത്തി ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുന്ന ഒരു സംഭവമൊക്കെ ഞങ്ങൾ കണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾ വന്നപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ആ കറക്റ്റ് ഡേയിലാണ് നിങ്ങൾ ഓഫീസിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അന്ന് ഇൻ്റർനാഷണൽ ഡ്രഗ് ഫ്രീ അതിൻ്റെ ഡേ ആയിരുന്നു, അറിയാമല്ലോ. അപ്പോൾ ആ ഡേയിൽ ചെയ്തത് എല്ലാവരെയും ഒന്ന് റിമൈൻ ചെയ്യുന്ന പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എല്ലാ ഫ്ലോറുകളിലെയും എല്ലാ നമ്മളുടെ ഓഫീസുകളിലും ഓൾ ഇന്ത്യ ലെവലിൽ ഈ ഒരു പ്രോമിസ് എടുത്തു, ഞാൻ ഡ്രഗ് ഫ്രീ ആയിരിക്കും, ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ശരിക്കും സംഭവിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത് നിങ്ങളെ കൊണ്ടും ആ പ്രതിജ്ഞ എടുപ്പിച്ചു, നിങ്ങളും എൻ്റെ പാർട്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ഈ ഇനിഷ്യേറ്റീവ്, ഈ ഒരു കാര്യം IT മേഖലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ജോലിയുടെ ഭാഗമായി വേർതിരിക്കുകയാണെങ്കിൽ IT ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് യൂസ് ചെയ്യണേന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കണക്ക് എനിക്കറിയില്ല. അതിനിതൊരു മാറ്റം ഉണ്ടാകാൻ കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇതിൽ ഇപ്പോൾ ധാരാളം ഇനിഷ്യേറ്റീവ്സ് കേരളത്തിൽ IT മേഖലയിൽ ഇതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഇത് സേ നോ ടു ഡ്രഗ്സ് എന്ന ഇനിഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ്, GTEC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. ഇൻഫോപാർക്ക്, ടെക്നോപാർക്ക്, സൈബർ പാർക്ക് ആൻഡ് IT കമ്പനീസിൻ്റെ ഒരു ലീഡർഷിപ്പ് അസോസിയേഷനാണ്. അപ്പം ഇത്തരം അസോസിയേഷൻസൊക്കെ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ്, ലൈക്ക് ഇപ്പം മാരത്തോൺ വരുന്നുണ്ട് ഓരോ വർഷവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടുന്ന മാരത്തോണാണ്. അതിൻ്റെ പ്രൈമറി മോട്ടോ തന്നെ, അല്ലെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാഗ് തന്നെ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളതാണ്. അപ്പം വരുന്ന അടുത്ത ഫെബ്രുവരിയിലും നമ്മുടെ ഇൻഫോ പാർക്കിൽ വെച്ചിട്ടാണ് ഈ മാരത്തോൺ വരുന്നത്. ലാസ്റ്റ് ഇയറിൽ ടെക്നോ പാർക്കിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് ആബസോഫ്റ്റ് എടുത്തത്. കാരണം നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും
ഇപ്പോൾ കമ്പനിയിലുള്ള എല്ലാവരും കൺസെൻറ്റ് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്രഗ് സ്ക്രീനിങ്ങിന് വിധേയമാക്കാം. അതുപോലെ ജോയിൻ ചെയ്യാൻ വരുന്നവരെയും നമ്മൾ ഇതേ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ല സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയപരമായ എന്തെങ്കിലും അനുമോദനങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സാറിനോട് സംസാരിക്കുകയോ എന്തെങ്കിലും ഇത് ഗവൺമെൻറ് വലിയൊരു ക്യാമ്പയിൻ പോകുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. തീർച്ചയായിട്ടും ഇത് അത്തരമൊരു ഡിക്ലറേഷനിലേക്കോ അത്തരമൊരു പബ്ലിസിറ്റി എലമെൻറ്റിലേക്കോ ഞങ്ങളുടെ ആക്ടിവിറ്റി പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അതിൻ്റെ ഒരു പബ്ലിസിറ്റി സാർ ആഗ്രഹിക്കുന്നില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇൻറ്റേർണലി നമുക്കൊരു ചെറിയ സ്റ്റെപ്പുകളാണല്ലോ ഒരു വലിയ കാര്യത്തിന് ചിലപ്പോൾ തുടക്കമാകുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇതിൽ ഒത്തിരി മുൻകൈ എടുക്കുന്നുണ്ട്. ഒരു മീഡിയ ലെവലിലേക്ക് അതിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനത്തെ അറ്റൻഷൻ, പക്ഷേ ഇൻറ്റേർണലി അത് വളരെ സ്ട്രോങ് ആയി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തെ, നമുക്കിനി അബസോഫ്റ്റിനെ പറ്റി തന്നെ സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ 2002 ആ ഒരു സമയത്താണല്ലോ നമ്മളുണ്ടായത്. അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്ന് കുറേ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്കൊക്കെ വരുന്ന ആ സമയത്തൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട്. അതുമുതൽ ഇതുവരെ ഇത്രയും അധികം എംപ്ലോയീസുമായിട്ട് പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് തന്നെയാണല്ലോ പോണേ. ആ ഒരു സ്റ്റോറിയാണ് ശരിക്കും സക്സസ് സ്റ്റോറി. തീർച്ചയായിട്ടും IT ഇത് തുടങ്ങിയതിൻ്റെ റീസൺ തീർച്ചയായിട്ടും എൻ്റെ ഒരു IT പാഷൻ തന്നെയാണ്. പക്ഷേ എന്ത് തുടങ്ങണമോ എന്ന് തീരുമാനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ഒത്തിരി ബിസിനസ്സുകൾ, ഒത്തിരി ഫൈനൽ റവന്യൂ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും മോർ ദാൻ എ ബിസിനസ് അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റി. അതിൽ നിന്ന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അതിലേക്ക് മാറാതെ ഇതിലേറ്റവും കൂടുതൽ എന്ത് ചെയ്യാമെന്ന് ഫോക്കസ് ചെയ്താണ് ഇന്ന് വരെ ആബസോഫ്റ്റ് പോകുന്നത്. അത് തന്നെ ആവണം ചിലപ്പോൾ ആബസോഫ്റ്റിൻ്റെ ഈ ഒരു ഗ്രോത്തിന്. കാരണം ഒത്തിരി അതർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും വന്നു ചേരും. എങ്കിൽ പിന്നെ അതിൽ കുറച്ച് പൈസ മുടക്കിക്കളയാം എന്നുള്ള ചിന്തയൊന്നും ഇതുവരെ വന്നിട്ടില്ല. സാർ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ആബസോഫ്റ്റ് ചെയ്ത ആ ഒരു ആക്ടിവിറ്റി എന്താണ്? ആദ്യത്തെ ബിസിനസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ശരിക്കും ഞാൻ ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പിന്നെ IT ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്ന ആളാണ്. ഇതിൽ ആബസോഫ്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും അപ്പം നമുക്ക് എപ്പോഴും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചെയ്ത ഒരു പ്രധാന ആക്ടിവിറ്റി അല്ലെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, എനിക്ക് എപ്പോഴും ഒരു പ്ലാൻ B ഉണ്ട്. ഒരു സിംഗിൾ ഫോക്കസ്ഡ് ആയ ഒരു ആക്ടിവിറ്റിയിലല്ല ഞാൻ എപ്പോഴും നിന്നിരുന്നത്. എപ്പോഴും ഒരു പ്ലാൻ B ഉണ്ട്. ആദ്യമൊക്കെ എന്നെ ഒരു ഏറ്റവും എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ പേരൻസ് ഗവൺമെൻറ് എംപ്ലോയീസാണ്, അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മയുടെ ഒരു PF 1,25,000 രൂപ PF ലോണാണ് എൻ്റെ ക്യാപിറ്റൽ ശരിക്കും. അപ്പോൾ ആ ഒരു 1,25,000 3 കമ്പ്യൂട്ടർ കിട്ടും, 3 ടേബിൾ കിട്ടും. ഇതായിരുന്നു ഫൗണ്ടേഷൻ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയാണ് സാർ ആദ്യം തുടങ്ങിയത്? അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴയിലായിരുന്നു. പിന്നീട് അത് പിന്നെ കോട്ടയം ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു, പിന്നെ ഇൻഫോ പാർക്കിലേക്ക് വന്നു. ആദ്യത്തെ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ? ഞാൻ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്, കൂടെ ആരുമില്ലായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് പേരൻസിൻ്റെ ഒരു പ്രധാന സ്വപ്നം മക്കളെ സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്നതാണല്ലോ നമ്മൾ ഓൾവേസ് കാണുന്നത് പോലെ. ആ ഒരു സ്വപ്നത്തിനെ ബ്രേക്ക് ചെയ്ത് ചലഞ്ച് ചെയ്താണ് ഞാൻ ഇതിലേക്ക്. അതെങ്ങനെ അവർ അനുവദിച്ചതല്ല, നമ്മളുടേതായ ഒരു പ്രശ്നങ്ങൾ, പിണക്കവും വഴക്കും യുദ്ധവും ഒക്കെ കൊണ്ട് അവർ നിർബന്ധിതരായതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്മൂത്തായിട്ടൊക്കെ ഞാൻ ബിസിനസ് തുടങ്ങുന്നു. കാരണം അന്നൊരു IT ബിസിനസ്സിൻ്റെ സാധ്യതകളില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്റ്റാർട്ടിനൊരു വലിയ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത് IT എന്ന ആ 2002-2003 പീരീഡിൽ IT എന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യമായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എൻ്റെ റിലേഷൻസോ എൻ്റെ കണക്ഷൻസോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറേ വർക്ക് കൊണ്ടുതരാനുള്ള ബന്ധങ്ങളോ ഒന്നുമില്ലായിരുന്നു. നമുക്കൊക്കെ ചിന്തിക്കാം, നമ്മളെല്ലാവരും ഒരുപോലെ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നവരാകുമ്പോൾ അതിൻ്റെ പരിമിതികളെല്ലാം ഇരിക്കുമ്പോഴും ഒരു ഇഷ്ടത്തിൻ്റെ പുറകെ പോയതാണ് ഈ ആബസോഫ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ വേറെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല.
എന്നത് തന്നെയാണ് എൻ്റെ സ്ട്രെങ്തും എൻ്റെ ലിമിറ്റേഷനും. കാരണം എനിക്ക് പറയാൻ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള ഹിസ്റ്ററി ഇല്ല. അപ്പോൾ സാർ ഒരു പ്ലാൻ ബിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തായിരുന്നു ആ പ്ലാൻ ബി? പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ആരുടെയും സപ്പോർട്ടില്ല. ഫിനാൻസ് ഡിവിഷനല്ലേ സാർ ആദ്യം ആരംഭിച്ചത്? അല്ലല്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അതിനൊപ്പം പ്ലാൻ ബി ആയിട്ട് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും. അപ്പം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടോ എൻ്റെ ഫാമിലിയിലെ ടീച്ചിങ് പാഷനേറ്റ് ആയിട്ടുള്ളവരാണ് എല്ലാവരും. എൻ്റെ മദർ ടീച്ചറാന്ന് പറഞ്ഞില്ല, എൻ്റെ സിസ്റ്റർ ഇപ്പം ഇവിടെ യോയാണ്, എൻ്റെ ബ്രദറും പഠിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ടീച്ചിങ് പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ശീലത്തിലുള്ളത് കൊണ്ട് തന്നെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഈ ചെറിയ സോഫ്റ്റ്വെയർ പഠിപ്പിക്കൽ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനൊപ്പം ചെറിയ രീതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ ഇപ്പം എല്ലാവരുടെയും പോലെ എന്നോട് ചോദിച്ചാലും ആദ്യത്തെ 10 വർഷം എൻ്റെ ഈ സ്റ്റോറിയൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് പീരീഡ് ഫസ്റ്റ് 10 ഇയർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പഠിക്കാനുള്ള സമയം, അല്ലെ ലേൺ ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനുമുള്ള ടൈമായിട്ടാണ്. അല്ല, ആ സമയത്ത് ഇൻഡസ്ട്രി അങ്ങനെ തന്നെയാണല്ലോ സാറേ. 2002 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മെക്കാനൈസേഷൻ കഴിഞ്ഞിട്ട് ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ. അതെ, പക്ഷേ ഞാൻ പറയാം ഈ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ IT പാർക്കുകളൊക്കെ ഒരു പരിധിവരെ സ്ട്രോങ് ആയി വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ഗ്ലോബൽ IT ഇൻഡസ്ട്രിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. Y2K എന്ന് പറയുന്ന 2000 കഴിഞ്ഞപ്പോൾ Y2K പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ ചലഞ്ച് ചെയ്ത് ലോകം മുഴുവൻ പുതിയൊരു ഡയറക്ഷനിലേക്ക് IT ഇൻഡസ്ട്രിയെ ശരിക്കും ആ ഒരു ടൈമിൽ കമ്പ്യൂട്ടറിൻ്റെ ചിപ്പിൽ ഉള്ള ഒരു ചെറിയ ഒരു ഇമ്മച്യൂരിറ്റിയെ 2000 എന്ന വർഷമാകുമ്പോഴത്തേക്കൊരു പ്രശ്നത്തിലേക്ക് വരുമായിരുന്നു. അതായത് 2 ഡിജിറ്റ് മാത്രമായിരുന്നു ഇയറിനുണ്ടായിരുന്നത്, ഇപ്പം അത്രയും നാൾ സ്റ്റോർ ചെയ്തിരുന്നത്. അത് 99 കഴിഞ്ഞാൽ 00 ആകുമ്പോൾ അത് 1900 കമ്പ്യൂട്ടർ അസ്യൂം ചെയ്യും. അപ്പം 2000 എന്ന നമ്പറിലേക്ക് പോകാൻ അന്നത്തെ ഹാർഡ്വെയർ കേപ്പബിൾ ആയിരുന്നില്ല, സോഫ്റ്റ്വെയറുകളും കേപ്പബിൾ ആയിരുന്നില്ല. അതിനെ പുതിയ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നൊരു വലിയ, അത് ലോകത്തെ മുഴുവൻ കൺഫ്യൂഷനാക്കിയ പ്രശ്നത്തിലാക്കിയ ഒരു ചലഞ്ചായിരുന്നു Y2K പ്രോബ്ലം. അത് കഴിഞ്ഞതോടെയാണ് 4 ഡിജിറ്റിൽ ഇയറുകളെ IT കമ്പ്യൂട്ടറിലും ഒക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയമായിരുന്നു. ഇപ്പോൾ സാറ് IT ഫീൽഡിലുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇത് അറിയില്ല, ഇത് വളരെ കാര്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ സാർ ഇപ്പോൾ പറയാൻ തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാർട്ടപ്പ് കമ്പനികളെയും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഒരു പ്ലാൻ ബി എപ്പോഴും കയ്യിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ബിസിനസ് തുടങ്ങി, അതിൽ 10 വർഷം ഞാൻ പിടിച്ചിരുന്നു സാർ പറയാൻ ശ്രമിക്കുന്നത്. ആ കഥയാണ് ഞങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ ക്യൂരിയോസിറ്റി. ഇതിൽ പ്ലാൻ ബി ശരിക്കും പറഞ്ഞാൽ ഒബ്വിയസ്ലി ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഭാഗ്യം കൊണ്ട് ഒത്തിരി കഷ്ടപ്പാടുകളുടെ കഥയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സർവൈവ് ചെയ്ത് ഈവൻ ഭക്ഷണം എന്താണെങ്കിലും വീട്ടിലുണ്ടാവും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ എന്താ പറയുക PF ലോണൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ശരി, ലോൺ തിരിച്ചടവ് എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കഥയിൽ വലിയ ഇമ്പാക്റ്റ് ഇല്ല എങ്കിലും റെഗുലർ റവന്യൂ ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു ചേഞ്ച് അല്ല. ശരിക്കും എവിടെയാണ് ചേഞ്ച് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൊച്ചിയിലേക്ക് ഇപ്പം അന്ന് വരെ ട്രെയിനിങ്ങിനും പാരലായിട്ട് പ്രയോറിറ്റി കൊടുത്തുപോയി. കോട്ടയം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ പല സ്ഥലത്തും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നു. അതിൽ പ്രയോറിറ്റൈസ് ചെയ്തു. ഏതൊക്കെ മേഖലകളിലായിരുന്നു ട്രെയിനിങ് കൊടുത്തത്? കമ്പ്യൂട്ടർ ട്രെയിനിങ്. ഇപ്പം അന്ന് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പം അങ്ങനെയൊക്കെ ട്രെയിനിങ് ഇതിലൊക്കെ വന്നു. പക്ഷേ ഒരു 2012 ജസ്റ്റ് ആഫ്റ്റർ 10 വർഷം കൊച്ചിയിലേക്ക് ഞാൻ എറണാകുളത്തേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കിവിടെ ഒരു ഭയങ്കര കോയിൻസിഡൻറ്റ്, 2008 ഞാൻ ഇൻഫോ പാർക്കിൽ സ്പേസ് എടുത്തായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 വർഷം ഇൻഫോ പാർക്കിൽ ഒരു സ്പേസ് വേണമെന്നുള്ള അന്നത്തെ നമ്മുടെയൊക്കെ വിദൂരമായ സ്വപ്നമാണ്. ഒരു സീറ്റാണെങ്കിലും
അപ്പോൾ അതിനുള്ള ആക്സസ് ഇല്ല, പ്രൊവിഷൻസ് ഇല്ല. പക്ഷേ അങ്ങനെ ഇൻഫോ പാർക്കിൽ സ്പേസ് എടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്പേസൊക്കെ എടുത്തു. അവിടെ ഉള്ളതിൽ കാണിച്ചതിൽ ഏറ്റവും ചെറിയ സ്പേസ് ഒരു 6 സീറ്റുള്ളൊരു മുറി എടുത്തു. ആ സ്പേസ് ഒക്കെ കിട്ടി. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അന്ന് ഡെവലപ്മെൻറ്റിന് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇത്തരം ഒരു സ്കെയിലിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിൽ വന്നിട്ട് എങ്ങനെ ആ സ്ഥാപനത്തെ കൊണ്ടുപോകണമെന്ന് സത്യം പറയാൻ അറിയില്ല. ആഗ്രഹമൊക്കെ സാധിച്ചു. അല്ലെ 10 വർഷം കഴിഞ്ഞിട്ടാണോ ഫസ്റ്റ് ഓർഡർ കിട്ടണപ്പോൾ? അല്ലല്ല, ഓർഡറുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനതാ പറയുക, ഒരു സർവൈവൽ ലെവലിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും 2004 ഇവിടെ ഒരു ഗവൺമെൻറ് തന്നെ ഒരു സബ്സിഡിയറിയുടെ ഓർഡർ ആദ്യമായിട്ട് ഒരു ടെൻഡർ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു ടെൻഡർ പോലൊരു പാർട്ടിസിപ്പേഷന് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയത്. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് 2004 ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഇന്നും അതിൻ്റെ സിഇഒയും ഇവരൊക്കെ ഇന്നും പറയും, ഞങ്ങളെ വെച്ചിട്ടാണ് ആബസോഫ്റ്റിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാം 2004 എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും ആ ഓർഗനൈസേഷൻ, ആ സ്ഥാപനം, അതൊരു ഗവൺമെൻറ് ഡിവിഷനാണ്. ഇന്നും അതെൻ്റെ കസ്റ്റമറാണ്. അപ്പം ഇതിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ആബസോഫ്റ്റിൻ്റെ കസ്റ്റമറായ ആളുകളെ സ്റ്റിൽ എല്ലാ കാലഘട്ടവും അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു അഷുറൻസാണ് ഞാൻ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് 2008 ഇൻഫോ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയില്ല. ഗ്രാജുവലായിട്ട് 2009-10 ആയപ്പോഴത്തേക്കൊരു ചലഞ്ച് പോലെ അങ്ങ് എടുത്തു. പതുക്കെ ചെറിയ വർക്കുകൾ പുറത്തുനിന്ന് വരാൻ തുടങ്ങി. ഒത്തിരി ട്രൈ ചെയ്യുമ്പോൾ ഒരു വർക്ക് വരും. കാരണം വളരെ കൃത്യമാണ്. കാരണം ഒരാൾ പോലും ഇന്നാ ഒരു ഓർഡറുണ്ട് അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു വർക്ക് തരാമെന്ന് പറയാൻ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ നമ്മളുടെ ഇൻഫോ പാർക്കിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ എല്ലാം പഴയ ആ പീരീഡിൽ തുടങ്ങിയ എല്ലാ കമ്പനികളും സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ ലാർജ് ഓർഗനൈസേഷൻസ്, വിപ്രോയും അല്ലെങ്കിൽ TCSും പോലുള്ളതല്ലാത്ത സ്മോൾ എൻ്റർപ്രൈസുകളായി തുടങ്ങിയ എല്ലാവരും ഇപ്പോൾ US ഉള്ള അല്ലെങ്കിൽ UK ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയിൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ IT ഇൻഡസ്ട്രി വർക്ക് ചെയ്യുകയോ ചെയ്യുന്നവർ അവരുടെ ഒരു പാരലൽ ഡിവിഷനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വർക്ക് കൊണ്ടുവരാൻ ഒരാളും ഓപ്പറേറ്റ് ഇവിടെ ചെയ്യാൻ ഒരാളും എന്നൊരു ഇക്വേഷനിലൂടെയൊക്കെയാണ് എല്ലാവരും ഇൻഡസ്ട്രിയിൽ വളർന്നു വന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഇതില്ലാതിരുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഇൻ്റർനാഷണൽ വർക്ക് എൻഗേജ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് വർക്കിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തു. 2012 ഞാൻ കുറച്ച് എഡ്യൂക്കേഷനിൽ ഉള്ള ഒരു ഫോക്കസിൽ നിന്നൊന്ന് മാറി കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എറണാകുളത്ത് തന്നെ വന്ന് ഫോക്കസ് ചെയ്തു. ഇപ്പോഴും പ്ലാൻ ബി ഉണ്ടോ? അത് പ്ലാൻ ബി ചെയ്യാൻ സമയമുണ്ടോ? ഇപ്പോൾ ശരിക്കും പ്ലാൻ B, C, D, E ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കേരളം ശരിക്കും ഇപ്പോൾ ഒരു IT ഹബ്ബായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിൽ IT അത്രയും ഒരു ഉയർച്ച ഉണ്ടായത്, ഒരു വളർച്ച ഉണ്ടായത്? അല്ല, ഇതിൽ ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ IT-യുടെ ഗ്രോത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ പണ്ടൊക്കെ ഇപ്പോൾ ഒരു 5-10 വർഷം മുമ്പ് വരെ അന്ന് നമ്മൾ കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു. ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് എനിക്ക് ഡയറക്റ്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഒരു 8 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലൊരു പ്രോഗ്രാമിന് പോയി, ഒരു IT-യുടെ ഇവൻറ്റിന് പോയി. അപ്പോൾ അത്യാവശ്യം എല്ലാ കമ്പനികളും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലാണ്, ഇൻഫോ പാർക്കിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു കൊച്ചി അതെവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങ് സൗത്തേൺ എൻഡിൽ കേരളം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിനകത്തുള്ളൊരു പ്രൈം ടൗണാണ് കൊച്ചി. അതിനകത്തൊരു IT പാർക്കിൻ്റെ പേരാണ് ഇൻഫോ പാർക്ക്. എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം അധികം വിദൂരമൊന്നും ആയിരുന്നില്ല 10 വർഷം മുമ്പ്. കാരണം അന്ന് IT എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരായിരുന്നു.
പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇന്ന് കേരളത്തെ അറിയാം, അല്ലെ കൊച്ചിയെ അറിയാം IT ഹബ്ബായിട്ട്. പക്ഷേ ഇതിന് പാരലായിട്ട് എല്ലാ സ്ഥലത്തും ഗ്രോ ചെയ്യുന്നുണ്ട്. കേരളം ഒരുപടി മുന്നിൽ ശ്രമിക്കുന്നുണ്ട് വളരാനായിട്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ എക്കണോമിയെയും അല്ലെ കേരളത്തിലെ ആളുകളെയും സംബന്ധിച്ച് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് ഒരു വലിയ സക്സസ് സ്റ്റോറി തന്നെയാണ്, വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് IT പാർക്കാണ് ടെക്നോ പാർക്ക്. അന്ന് വരെ ഒരു പബ്ലിക് സെക്ടർ പാർക്ക് വന്നിട്ടില്ല ശരിക്കും. ഇപ്പോഴാണ് ലോകത്തിലെല്ലായിടത്തും, അല്ലെ ഇന്ത്യയിലെല്ലാ സ്റ്റേറ്റുകളും അവർ സ്റ്റേറ്റ് ഓൺഡ് പാർക്കുകൾ വരുന്നത്. അത് 1988 ടെക്നോ പാർക്ക് വരുന്നത്. പിന്നീടാണ് ശരിക്കും ഇൻഫോ പാർക്ക് വരുന്നത്. ടാലൻറ്റ് പൂളിൻ്റെ അവൈലബിലിറ്റിയാണ്. സ്കിൽസ് ഇവിടെ ആവശ്യം പോലെ ആളുകളുണ്ട്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ലിറ്ററേറ്റ് ആണ്, മറ്റ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ്. എല്ലായിടത്തും കറണ്ട് ഉണ്ട്, എല്ലായിടത്തും കണക്ടിവിറ്റി ഉണ്ട്, 100% ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. ഇതെല്ലാമാണ് കേരളത്തെ കൂടുതൽ അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ. IT എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ അധികം ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെതായ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, കൈക്കൂലി, അല്ലെങ്കിൽ എന്ത് നടക്കണമെങ്കിൽ അതിൻ്റെ സമരങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടൊക്കെ ഞാൻ ആക്ച്വലി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ കേരളത്തിലൊരു ഹോം ഗ്രൗൺ കമ്പനി ആണെന്ന് തന്നെയാണ്. 100% കേരള കമ്പനിയാണ്. കാരണം എനിക്ക് മറ്റൊന്നും ക്ലെയിം ചെയ്യാനില്ല. അങ്ങനെ വരുമ്പം അതിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ ഇന്ന് വരെ ഇപ്പം ആബസോഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 1700-1800 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും ബ്രൈബ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഹോണസ്റ്റായിട്ട് ജെനുവിനായിട്ട് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ സമീപിച്ചാൽ അവരെത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ടാൽ, ഞാൻ പറഞ്ഞത് ഇതിനിടയ്ക്ക് ഒരു മീഡിയേറ്ററോ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ അവർക്ക് ഇത്ര കൊടുക്കണം ഇവർക്ക് ഇത്ര കൊടുക്കണമെന്ന് പറയുന്ന ആളുകളോ ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾക്കാവശ്യമുള്ള ഓഫീസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്രോച്ച് ചെയ്താൽ ഇവർ തരുന്ന സപ്പോർട്ട് ഭയങ്കര അമേസിങ്. അത് ഫ്രം ദ ബിഗിനിങ് അങ്ങനെയായിരുന്നു? ഫ്രം ദ ഡേ വൺ ഇല്ലില്ല, ഫ്രം ദ ഡേ വൺ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ്. കാരണം വളരെ സോളിഡായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു അത്തരം ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മളുടെ കമ്പനിയെ കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി പോകരുത്. നമ്പർ 1. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലല്ലാത്ത ഇല്ലീഗലായിട്ടൊന്നും നേടിയെടുക്കണമെന്ന ആഗ്രഹവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. ശരിക്കും നിയമപരമായി നിയമം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബിസിനസ് ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായി വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. ശരിക്കും അബാസോഫ്റ്റിൻ്റെ ഇന്നത്തെ ഒരു ഏതൊക്കെ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് പ്ലേസസ് ഉണ്ട്? ആബസോഫ്റ്റിൻ്റെ കറണ്ട് പൊസിഷൻ ഇപ്പോൾ ശരിക്കും പറയാൻ ഹിസ്റ്ററി കേട്ടിട്ട് ഒന്നും പറയാനില്ല എന്ന് തോന്നി വന്നപ്പോൾ ഞാൻ ആബസോഫ്റ്റിൻ്റെ കറണ്ട് പൊസിഷനിലേക്ക് പറയാം. ആബസോഫ്റ്റ് ശരിക്കും ഇന്ന് ഏകദേശം 1600-1800 എംപ്ലോയീസ് ടോട്ടൽ വർക്ക് ചെയ്യുന്നുണ്ട് ആബസോഫ്റ്റിൽ. ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ചോദിച്ച പോലെ പ്ലാൻ ബി എന്ന് പറഞ്ഞ പോലെ ഓൾവേസ് ഞാൻ അങ്ങനെ സർവൈവ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് 2 റീസണുണ്ട് അങ്ങനെ പ്ലാൻ ബിയും സിയും. കാരണം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും നമ്മുടെ പിന്നിലില്ല എന്ന് മനസ്സിലാകുമ്പം, നമ്മൾ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലാകുമ്പം ഇതൊക്കെ ചെയ്യാതെ രക്ഷയില്ല. ഇപ്പോൾ ആബസോഫ്റ്റിൽ ശരിക്കും 5 ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒരു ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആബസോഫ്റ്റിൻ്റെ ടെക്നോളജി ഡിവിഷനാണ്. പ്യൂർലി ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, മെയിൻലി ഇൻ ടു ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സെഗ്മെൻറ്റിലേക്കുള്ള അല്ലെ എൻ്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റാണ് ആബസോഫ്റ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് സെൻറ്റർ സർവീസ് അല്ലെങ്കിൽ കോൾ സെൻറ്റർ. എന്താണ് സാർ ഈ കോൺടാക്ട് സെൻറ്റർ? കോൺടാക്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയുന്നു കോൾ സെൻറ്റർ എന്ന് പറയുന്നു. ഇന്ന്
കസ്റ്റമറിന് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ പണ്ട് നമുക്ക് ആകെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഫോൺ മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ഏത് രീതിയിലാണ് കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് സോഷ്യൽ മീഡിയയിലെ ചാറ്റുകളിലൂടെ ആവാം, അതല്ലെങ്കിൽ ചാറ്റ് സപ്പോർട്ടാവാം, അല്ലെങ്കിൽ ഇമെയിൽ ആവാം, അതല്ലെങ്കിൽ ഒരു 100 കണക്കിന് വഴികൾ ഒരു കസ്റ്റമറിന് ഇത് ചെയ്യാനുണ്ടാവും. ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ 100% ഇതെല്ലാം മോണിറ്റർ ചെയ്ത് ട്രാക്ക് ചെയ്ത് സപ്പോർട്ട് ഓൺ ടൈം കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. അവിടെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ പിക്ചറിൽ വരികയും അവരുടെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ കസ്റ്റമറിനെയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ആ ഓർഗനൈസേഷൻ്റെ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സപ്പോർട്ട് ഫാക്ടറും നമ്മൾ ചെയ്തു എടുക്കുന്നത്. ഇതാണ് ശരിക്കും അൾട്ടിമേറ്റായിട്ട് കോണ്ടാക്ട് സെൻറ്റർ എന്ന് പറയുന്നത്. അല്ല, അവരുടെ ബിസിനസ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നിങ്ങൾ ശരിക്കും? ഇപ്പോൾ ഞാൻ പറയണ്ടില്ല, ഇപ്പോൾ നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ തന്നെ നമ്മളുടെ ഇവിടെ ഒരു കസ്റ്റമർ വിളിച്ചാൽ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സാറേ തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് കസ്റ്റമറിൻ്റെ മൈൻഡ്, പ്രോബ്ലത്തിൻ്റെ ഡെപ്ത് ഇതൊക്കെ മാറും. അതല്ല എങ്കിൽ ആ കസ്റ്റമർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും, ചിലപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ചിലപ്പോൾ അതൊരു വലിയ പ്രോബ്ലം ആയിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കമ്പനിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. എന്ത് തരമാണെങ്കിലും നമ്മൾ ഓൺ ടൈം പ്രോപ്പറായി കസ്റ്റമറിനെ അഡ്രസ്സ് ചെയ്താൽ പകുതി പ്രശ്നം സോൾവ് ആവും. ഒരുത്തും ദേഷ്യം പിടിച്ച് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പ്രശ്നം കേൾക്കാനും അതിന് അപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് മിറാക്കിൾസ് ഒന്നും സൃഷ്ടിക്കാനോ റെമഡി കൊടുക്കാനോ പറ്റില്ല. പക്ഷേ ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ പകുതി പ്രശ്നം തീരും. ഇപ്പം ആബസോഫ്റ്റിൻ്റെ കോണ്ടാക്ട് സെൻറ്റർ സർവീസ് അല്ലെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഡിവിഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിലാണ്. ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ആ കസ്റ്റമറിന് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് അത് കൊടുക്കാനും ഒക്കെയുള്ള ഫോക്കസാണ് ആബസോഫ്റ്റിൻ്റെ കോർ സ്ട്രെങ്ത്. ശരിക്കും റിവേഴ്സ് കോണ്ടാക്ട് ആണ് വരുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈ സെയിൽസിലും ഫോക്കസ്ഡ് ആയ ഒരു കോണ്ടാക്ട് സെൻറ്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പകുതി സെയിൽസ് നമുക്ക് ഈസി ആയിട്ട് കാരണം ഒരു ഷോറൂമിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ ജോലി ആ ഷോറൂമിലേക്ക് വരുന്ന ആളെ ഹാൻഡിൽ ചെയ്യല. അല്ലാതെ ആ സമയത്ത് വരുന്ന ഫോൺ എടുത്തിട്ട് സാറേ ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ വിളിക്കാം, അല്ലെ പ്രൈസ് ഇപ്പോൾ എടുത്തിട്ട് തരാം, ഇതൊന്നുമല്ല. ഞാനൊരു റീറ്റെയിൽ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഫൈനാൻസിൽ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനാണ് ഒരു സോളിഡ് കോണ്ടാക്ട് സെൻറ്റർ വേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയിയെയും ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഓരോ കോളും റെക്കോർഡ് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടെക്നോളജിയും സിസ്റ്റവും ഫുള്ളി ഇംപ്ലിമെൻറ്റഡാണ്. ഇപ്പോൾ പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ഇത് പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ അഡീഷണൽ ബർഡനാണ്. ചിലപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഗവൺമെൻറ്റിന് ഒത്തിരി റൂളുകളുണ്ട്. ഒരു കസ്റ്റമറിനോട് സംസാരിക്കുന്നതിൽ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, എങ്ങനെ അവരെ വിഷ് ചെയ്യണം, ഇതിനെല്ലാം പോളിസീസ് ഉണ്ട്. ഇതൊക്കെ പ്രോപ്പർ മെച്യൂറായി ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ കോണ്ടാക്ട് സെൻറ്റർ സർവീസിനെ സാധിക്കുകയുള്ളൂ.